ഫ്രണ്ട്സ്, എല്ലാവർക്കും യമ്മി ഫുഡിലേക്ക് സ്വാഗതം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് തിക്നെസ്സിലുള്ള ഒരു മുസംബി ജ്യൂസ് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടു നോക്കുക. ആദ്യം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മുസംബി എടുക്കുക. മുസംബിയുടെ തോല് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ കട്ട് ചെയ്യുന്ന പോലെയല്ല, ഇതുപോലെ മാങ്ങയുടെ തോലൊക്കെ കളയില്ലേ, അതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഓറഞ്ച് കളർ തോലിൻ്റെ അടിഭാഗത്തുള്ള വെള്ള കളറ് മുസംബിമ തന്നെ ഉണ്ടാവും. അതും കൂടെയാണ് നമ്മളിപ്പോൾ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തോല് എടുക്കുക. ആ തോലുകൊണ്ട് ഞാനിപ്പോൾ ഒരു ക്രാഫ്റ്റും കൂടെ ചെയ്യുന്നുണ്ട്. അതും ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ മുറിയാതെ അതിൻ്റെ തോലെടുക്കുക. പിന്നെ നമുക്ക് ഈ ഓറഞ്ച് ചെറുതായി മുറിച്ചിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് മുറിച്ചിടുമ്പോൾ കുരുവൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റുക. കുരു പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ കയ്പ്പായിരിക്കും ഉണ്ടാവുക. ചെറിയ പീസാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഈ ജ്യൂസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ ഈ മുസംബിയുടെ ഓറഞ്ച് പാർട്സ് ഉണ്ടല്ലോ, ആ ഓറഞ്ച് കളർ മാത്രമേ കളയുന്നുള്ളൂ. അതിൻ്റെ താഴെയുള്ള ഒരു വൈറ്റ് സ്പോഞ്ച് പോലത്തെ പാർട്സ് ഉണ്ടല്ലോ, ഒരു ലെയർ, അത് ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. എങ്കിലേ നമ്മളെ ജ്യൂസ് നല്ല തിക്നെസ്സിലാവുള്ളൂ. ഇത് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ വെള്ളമൊന്നും ചേർക്കണ്ട. ആദ്യം നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട വെള്ളം വേണമെങ്കിൽ ആഡ് ചെയ്യാം. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഫൈനായിട്ട് തന്നെ അരഞ്ഞു കിട്ടണം. എങ്കിലേ നമ്മുടെ ഈ ജ്യൂസ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നും അധികം പാടില്ല. തൊട്ട് നോക്കുമ്പോൾ തരിയൊന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ടുണ്ടാവണം. ഈ സമയത്ത് തന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മധുരം വേണോ അതിനനുസരിച്ച് ചേർക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ ഒരുപാട് കൂടി പോകണ്ട. ഇനി ഇതിലേക്ക് കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു മിൻറ്റ് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പുതിന ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഈ പുതിന കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക. ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. അപ്പോഴേക്കും നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള മുസംബി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് ഉണ്ടാവുക. അപ്പോൾ സാധാരണ നമ്മൾ മുസംബിയൊക്കെ ജ്യൂസ് അടിച്ചെടുത്താൽ കുറച്ച് വെള്ളം പോലെയല്ലേ ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ ഇതിൻ്റെ സ്കിന്ന് മാത്രം റിമൂവ് ചെയ്തിട്ട് നിങ്ങൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള മുസംബി ജ്യൂസ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അത്രയേ ഉള്ളൂ. ഇത് അരിച്ചെടുക്കേണ്ട ഒരാവശ്യമില്ല. നന്നായിട്ട് അരച്ചെടുത്തിട്ട് കുടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ജ്യൂസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുറച്ച് തിക്നെസ്സിലുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ സാധാരണ മുസംബി ജ്യൂസ് കുറച്ച് വെള്ളം പോലെയല്ല ഉണ്ടാവുക. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ഒരു ജ്യൂസ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ സ്കിന്നും വെച്ച് നമുക്ക് ഒരു ഉപകാരമുണ്ട്. ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സൊക്കെ സെർവ് ചെയ്യുന്ന സമയത്ത് ഫ്രൂട്ട്സൊക്കെ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്യില്ലേ, ആ സമയത്ത് നമുക്ക് ഇതൊരു അറേഞ്ച്മെൻ്റ് ആയിട്ട് അതിൻ്റെ സെൻറ്ററിലൊക്കെ വെച്ച് കൊടുക്കാം. ഓറഞ്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ എല്ലാ ഫ്രൂട്ട്സിൻ്റെ കൂടെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഡ്രൈ ആക്കിയിട്ട് നമ്മൾ ബോട്ടിൽ ക്രാഫ്റ്റ് ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഫ്രെയിം അങ്ങനത്തെ ഇതിലൊക്കെ ഫിക്സ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യുക. അപ്പോൾ ഇത് ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുക.
അപ്പോൾ ഇതൊന്ന് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ ബാക്ക് സൈഡിൽ ടൂത്ത് പിക്ക് ഇതുപോലെ എല്ലാ ലെയറിലും കയറി ഇറങ്ങുന്ന രീതിയിൽ പിൻ ചെയ്തെടുക്കുക. ഇനി പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഓറഞ്ച് പീൽ വെച്ചിട്ടുള്ള ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രൂട്ട്സ് അറേഞ്ച്മെൻറ്റിലോ ബോട്ടിൽ ക്രാഫ്റ്റിലോ എന്തിൽ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ കിച്ചണിൽ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിലൊക്കെ ഇത് ഡ്രൈ ആക്കിയിട്ട് ഇട്ട് വെക്കുകയാണെങ്കിൽ കാണാൻ നല്ല രസമായിരിക്കും. അപ്പോൾ ഇത് പിൻ ചെയ്തെടുക്കാൻ ഒരു സൂചിയോ നൂലെടുത്താലും മതി. അപ്പോൾ ഞാൻ അതുകൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ഫ്ലവറാക്കി എടുത്തിട്ട് ഈ സൂചി നൂല് കൊണ്ട് ബാക്കിൽ അങ്ങ് എല്ലാ ലെയറും കൂടെ അങ്ങ് തുന്നി കൊടുക്കുക. ഇത് ഡ്രൈ ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഓരോ ലെയേഴ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈ ആക്കിയിട്ട് പെയിൻറ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു ഫ്ലവർ ആക്കുക, തിരിച്ചു പിടിക്കുക, ബാക്ക് സൈഡിൽ സൂചിയും നൂലും വെച്ചിട്ട് എല്ലാ ലെയറിലും ഒന്ന് നോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് അങ്ങ് തുന്നി ഇതാക്കൊന്നും വേണ്ട. ഈ സൈഡിൽ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക, മറ്റേ സൈഡിലും ഇട്ട് കൊടുക്കുക. ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മുടെ രണ്ട് ടൈപ്പിലും നമുക്ക് ഈ ഫ്ലവർ സെറ്റ് ചെയ്തെടുക്കുക. ഒരു ടൂത്ത് പിക്ക് അല്ലെങ്കിൽ സൂചിയോ നൂലോ അല്ലെങ്കിൽ ചെറിയ ഇർക്കിലി ഉണ്ടായാലും നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഡ്രൈ ആക്കി എടുത്തതാണ് ബാക്കിയുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് പെയിൻറ് ചെയ്തെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ മെറ്റാലിക്കിൻ്റെ ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. മെറ്റാലിക് ഗോൾഡ് എടുത്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഇതായിരിക്കും ഒന്നുകൂടെ ഭംഗി ഉണ്ടാവുക. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതായതുകൊണ്ട് ഞാൻ എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡ്രൈ ആയതിന് ശേഷം പെയിൻറ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കിയ ഉടനെ തന്നെ പെയിൻറ് ചെയ്യാനും പറ്റും. ഡ്രൈ ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ ലെയേഴ്സിൻ്റെ ഇടയിൽ ഗ്യാപ്പ് വരും. അപ്പോൾ ഒന്നുകൂടെ ഭംഗിയായിരിക്കും കാണാൻ. എല്ലാ ഭാഗത്തും ഉൾഭാഗത്തൊന്നും പെയിൻറ് ചെയ്യണമെന്നില്ല. അതിൻ്റെ ഫസ്റ്റ് ടോപ്പിലുള്ള ലെയറിൽ മാത്രം പെയിൻറ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഉള്ളിൽ കുറച്ച് ഓറഞ്ച് ഷെയ്ഡ് നമുക്ക് പുറത്തേക്ക് കാണുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ ഞാൻ ഡ്രൈയിലും ചെയ്തു. ഇനി ഡ്രൈ ആവാത്തതിലും ഞാൻ കാണിക്കാം. ഇതിലും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യുക. അപ്പോൾ ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്നുകൂടെ ഭംഗിയുണ്ടാവും. ഇത് കേടൊന്നും വരില്ല. ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഒരു ഗ്ലാസ് ജാറിലൊക്കെ ഇട്ട് വെക്കുകയാണെങ്കിൽ കിച്ചണിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് എങ്ങനെ വേണേലും ഇത് നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജ്യൂസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇനിയും നല്ല റെസിപ്പീസും വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു, ബൈ.